രമേശേട്ടാ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങളിങ്ങനെ എപ്പോഴും കടമെന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം. ഇതിനെല്ലാം ഞാൻ എന്തോന്ന് ആലോചിക്കണം കിഷോറെ. നിനക്കെൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. അവസ്ഥ മനസ്സിലാവാത്തുണ്ടല്ലോ ചേട്ടാ. നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കും. സമ്പത്തുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കണം, സങ്കടം തീരാനല്ല, സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ബി പോസിറ്റീവ് ചേട്ടാ. പറയാൻ എളുപ്പമാണ് കിഷോറെ. ഈ മൂക്കറ്റം വരെ കടത്തിൽ മുങ്ങിക്കുന്ന ആളിന് മോട്ടിവേഷനും വേദാന്തമൊന്നും തലേ കയറൂല. നിങ്ങളിത് എന്തോന്ന് ഒരുമാതിരി. കിഷോറെ, എനിക്ക് എത്ര രൂപ വരെ കടമുണ്ട്? അല്ല, കടമല്ല, നീ എത്ര രൂപ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുണ്ട്? ഞാൻ ആർക്കൊന്നും കൊടുക്കാനില്ല. ഞാൻ 30 ലക്ഷം രൂപ പലർക്കായിട്ട് കൊടുക്കാനുണ്ട്. എത്ര കൊടുത്തിട്ടും ആ സംഖ്യ വലുതാവുന്നതല്ല, അത് ചെറുതാവും. നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു ചെറിയ തുക മാറ്റി വേണം ഇങ്ങനെയുള്ള കാര്യത്തിൽ. മുഴുവനും അതിനായിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ വീട്ടുകാരവന് വേറെയാണ്. ഒരു സാധാരണ മനുഷ്യൻ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നീ പറ. എന്തെങ്കിലും വിറ്റ് കുറയെങ്കിലും. എന്ത് വിൽക്കാൻ? അതുകൊണ്ടാണ് ഇതിനെ കെണിയെന്ന് പറയുന്നത്. പെട്ടാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല. എലിയെ പോലെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ച് കുറേ കിടന്ന് ഓടും. പിന്നീട് എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് എടുത്ത് വെള്ളത്തിൽ മുക്കിയോ തല്ലിയോ കൊല്ലും. എന്തായാലും മരണം ഉറപ്പാണ്. ആത്മഹത്യ, മരണം, ഇതൊന്നും ഒന്നിനും ശാശ്വത പരിഹാരമല്ല. മരിച്ചവരങ്ങ് പോകും. അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരുടെ ഒരവസ്ഥ ഉണ്ടല്ലോ. മരണം മാത്രമാണ് ശാശ്വതമായത്. ഷുവറേട്ടാ, ഒന്നും എഴുതിയില്ലേ? എങ്ങോട്ട്? രമേശനക്കാർ തോന്നുന്നു. കേട്ടെങ്കിലും ഞാൻ സീനൊന്നും കാണാം. വാ, സമയമില്ല, പെട്ടെന്ന് വാ. മരണം മാത്രമാണ് ശാശ്വതമായത്. മരിച്ചവരങ്ങ് പോകും. അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരുടെ ഒരവസ്ഥയുണ്ട്.